കമ്പനി ഒരു ചോദ്യമുണ്ട്, അതിനൊപ്പം പ്രണവനോടും ഉണ്ട്. സംവിധായകനോട് ഞാൻ അഭിമുഖത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആളുകളെ തെറി പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഒരു സിനിമ എടുക്കുക, എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യാന്ന് അറിയില്ല. അതുകൊണ്ട് സൗഹാർദ്ദപരമായി സംസാരിക്കുകയാണെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു. ഒപ്പം പറഞ്ഞത്, നിങ്ങൾ ഉൾപ്പെടുന്ന ഒരു വിഭാഗം പലപ്പോഴും മലയാള സിനിമയുടെ ഭാഗമായി അധികം നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരാളുകളും കൂടിയാണ്. കൂടുതലും സിനിമ പോലെയുള്ള മേഖലയിലേക്ക് അധികം വരാൻ താല്പര്യം പ്രകടിപ്പിക്കാത്ത ഒരു സമൂഹം കൂടിയാണ്. അപ്പോൾ അവർ വളരെ നല്ല രീതിയിൽ പ്രൊഫഷണൽസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്തു. അല്ലെങ്കിൽ ഒരു ജോലി തീർത്ത് അതിന്റെ കാശ് വാങ്ങുക എന്നതിലപ്പുറം അത്രയധികം അതിൽ ഇൻപുട്ട് ഇട്ടു എന്ന് സംവിധായകനും തിരക്കഥാകൃത്തും എന്നോട് സംസാരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളും കമ്പയർ ചെയ്ത് ചോദിക്കുകയാണ് നിങ്ങളോടും ഒപ്പം പ്രണവനോടും. ആക്ച്വലി ഇത് അനുരാജേട്ടൻ തന്നെയാണ് അതിന് മറുപടി പറയുന്നത്. കാരണം അത് തന്നെയായിരിക്കും ബെസ്റ്റ്. ഇതിലൊരു ടീം വർക്കിന്റെ ഭാഗമായിട്ട് ഇത് സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പം നമ്മൾ ഈ സിനിമ എക്സിക്യൂട്ടീവ് സ്ക്രിപ്റ്റ് വായിക്കുന്ന ഓരോ സീനിലും വായിക്കുന്ന നമുക്ക് അതിൻ്റെ എക്സിക്യൂഷൻ ലെവൽ ഏത് തരത്തിൽ ട്രിക്ക് ചെയ്യാമെന്ന് നമുക്ക് ഉള്ളിലുണ്ട്. അത് ബോധപൂർവമായി നമ്മളതിൽ ഒരു ഭയങ്കര എഫേർട്ട് നടത്തില്ല. ഈ പറയുന്ന പോലെ നമ്മൾ ആദ്യം നമ്മൾ ചെയ്ത് ഒരു 3 മാസം മുൻപേ വയനാട്ടിൽ പോയി നമ്മൾ ക്യാമ്പ് ചെയ്തിട്ട് നമ്മൾക്ക് വേണ്ട തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തുകയും ഗ്രൂം ചെയ്യുകയും അവർക്ക് വേണ്ട സംവിധാനങ്ങൾ, ഇപ്പം ബേസിക് നീഡ്സ്, ഇപ്പോൾ സിനിമയിൽ പലപ്പോഴും ഇല്ലാത്ത തരത്തിലുള്ള ബേസിക് നീഡ്സ്, ഇപ്പം നമ്മൾ ടോയ്ലറ്റ് സൗകര്യം, ഇതൊന്നും നമുക്ക് സാധാരണ ലൊക്കേഷനിൽ വലിയ ക്രൗഡ് വരുന്ന ലൊക്കേഷനിലൊന്നും ഉണ്ടാവാറില്ല. ബേസിക് നീഡ്സാണ് പറയുന്നത്. അപ്പം നമ്മൾ ഏതാണ്ട് ഒരു 15 ടോയ്ലറ്റ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ബേസിക്കലി നമ്മൾ ലീഡ്, ഇപ്പോൾ ടൊവി അടക്കം ഏറ്റവും താഴെ വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് വരെയുള്ള ആൾക്കാരെ നമ്മൾ എങ്ങനെ കംഫർട്ട് ലെവലിൽ കൊണ്ടുപോകാം എന്ന ശ്രമം ഈ സിനിമയ്ക്ക് ആത്യന്തികമായി ഉണ്ടായിരുന്നു. അത് എൻ്റെ മാത്രമല്ല, നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിനായിരുന്നു അതിൽ പൂർണ്ണമായ ഒരു തീരുമാനം ഉണ്ടായിരുന്നത്. ഇപ്പം ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രതാപേട്ടൻ, സക്കീർക്ക, അങ്ങനെ അരുൺ, പ്രണവ്, അങ്ങനെ ഒരുപാട് പേര് ഇതിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തത് നമ്മൾക്കൊപ്പം. ഒരുപക്ഷെ നമ്മൾക്കാൾ മുന്നേ ഓടി അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് അതിൽ ടേക്ക് പാർട്ട് ആയതുകൊണ്ട് ഒരു കംഫർട്ട് സ്പേസ് നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, നമ്മൾ ഈ ഡിസ്കംഫർട്ട് ആക്കിയിട്ട് കാര്യമില്ല. ഇപ്പം ബേസിക്കലി സ്ക്രീനിൽ വരുന്ന സാധനം ഇൻപുട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സിനിമയിൽ. തിയേറ്ററിൽ അതാണല്ലോ ഉണ്ടാവുക. അപ്പം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസ് ആർട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ ശരിക്കും നമ്മൾ സ്ട്രെസ്സിൻ്റെ പടുകുഴിയിലായിരിക്കും സംവിധായകൻ ചിലപ്പോൾ ഉണ്ടാവുക. എന്നാൽ പോലും അത് നമ്മൾ റിഫ്ലക്ട് ചെയ്യാതിരിക്കുക. നമ്മൾ ഈ മറ്റ് സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എങ്ങനെ നല്ലതുണ്ടാക്കാം, എങ്ങനെ ചീത്തയായിട്ടുണ്ടാക്കാം എന്ന പഠനത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഉള്ളിലുള്ളതായിരിക്കാം. നമ്മൾ വെറുതെ കിടന്ന് ബഹളം വെക്കുകയോ വെറുതെ കിടന്ന് ഷോ ചെയ്യുകയോ ചെയ്താൽ അത് ആ സിനിമയുടെ ആ സമയത്തെ ഔട്ട്പുട്ടിനെ അത് ബാധിക്കുകയും ആ ഒരു ദിവസം ഷൂട്ട് ചെയ്യുന്നത് ചിലപ്പോൾ 5 ദിവസം ഷൂട്ട് ചെയ്താലും തീരില്ല. ഇപ്പം എനിക്ക് ഈ വന്ന് വെറുതെ എന്തെങ്കിലും ഷൂട്ട് ചെയ്ത് ചിലപ്പോൾ ടൊവിക്ക് അതിനേക്കാൾ ലീക്ക് വരും. ടൊവിക്ക് ചിലപ്പോൾ അതിനേക്കാൾ റിയാക്ട് ചെയ്യേണ്ടി വരും. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് അങ്ങനെ ഷൗട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇതൊരു ടീം വർക്കായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ടീം വർക്കിൻ്റെ ഔട്ട്പുട്ടാണ് ഈ സിനിമ.